അപ്പോൾ ആ ലെതർ വാലറ്റ്സ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടാവത്തില്ല. പക്ഷേ ഞാനിവിടെ ജർമ്മനിയിലാണ്. അപ്പോൾ ആ ലെതറിന് നല്ല വിലയുണ്ട്. അതുപോലെ ഒരു സാധനം ഇവിടെ വിറ്റ് കഴിഞ്ഞാൽ ഇവിടെ നല്ല ടാക്സ് റേറ്റ് ഞാൻ കൊടുക്കണം, അതുപോലെ മേടിക്കുന്നവർ കൊടുക്കണം. അപ്പം നല്ല വിലയാണ്. ഇവിടുത്തെ ഒരു വില നിലവാരം അനുസരിച്ച് അതിൻ്റെ നല്ലൊരു വില ഇട്ടാലേ ഉള്ളൂ എനിക്കത് എന്തെങ്കിലും ഒരു എന്താ പറയുക നഷ്ടമില്ലാതെയെങ്കിലും അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തുടക്കക്കാരൻ എന്ന നിലയിൽ ഒരു ലെതർ വാലറ്റ് ഉണ്ടാക്കിയിട്ട് അതിനൊരു ക്വാളിറ്റി പറയാൻ എനിക്ക് ഉണ്ടാവത്തില്ലെന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് അതിനെ മാർക്കറ്റ് ചെയ്യുന്നത്, അതിനെ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യിപ്പിക്കുന്നത്, ഞാനിങ്ങനെ തലപുകഞ്ഞ് ആലോചിച്ചുണ്ടാക്കിയെടുത്ത കുറേ സെറ്റപ്പുകളാണ് ഞാൻ ഈ പറഞ്ഞ 3-4 ഡയമെൻഷൻസ്. 50 യൂറോ ആണെങ്കിൽ വാറ്റ് ഉൾപ്പെടെ എന്ന് പറയുമ്പോൾ ഒരു 59-50 യൂറോ വരും. അത്രയും വിലയുള്ള ഒരു സാധനം ആര് മേടിക്കാൻ വരും? അയാൾക്ക് എങ്ങനെ അതിനെ മുതലാക്കി വിൽക്കാൻ പറ്റും എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അതിനെ മാർക്കറ്റ് ചെയ്യേണ്ട വിധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ